നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാടിൻ്റെ ചാക്കോയും മേരിയും 49-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ചാക്കോ മരിച്ചിട്ടില്ലെന്നും അവനെ കസ്തൂരിക്ക് വിറ്റതാണെന്നുമുള്ള വിവരം സാന്ദ്ര അറിയുന്നു. കഥ തുടരുന്നു. സേതുപതിയെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഗാർഡ് പുറത്തേക്ക് പോയി. സൂപ്രണ്ട് അക്ബർ അലിക്ക് അഭിമുഖമിരുന്ന DCP സാന്ദ്രയെ സേതുപതി ശ്രദ്ധിച്ചില്ല. ഇവനാ സേതുപതി. സാന്ദ്ര എഴുന്നേറ്റ് മുഖം തിരിച്ചപ്പോൾ സേതുപതിയുടെ ഉള്ളൊന്ന് കിടുങ്ങി. സാന്ദ്ര അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. നിനക്കെന്നെ ഓർമ്മയുണ്ടോടാ? മാഡത്തെ എങ്ങനെ മറക്കാനാ? എന്ന് വെച്ചാ പുറത്തിറങ്ങിയ നീ എന്നെ വലിച്ചു മൂക്കിൽ കയറ്റുമെന്ന് ഭീഷണിയാണോടാ? അയ്യോ, ഞാൻ അങ്ങനെ ഓർത്തൊന്നും പറഞ്ഞതല്ല. ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് പോകും. ഇനിയുള്ള കാലം ഒന്നിനും ഞാനില്ല മാഡം, ഭവ്യതയോടെ സേതുപതി പറഞ്ഞു. ഇവനെ കൊണ്ട് ഒരു ഉപദ്രവവുമില്ല മാഡം. സാഹചര്യമാണല്ലോ ഓരോരുത്തരും നല്ലതും ചീത്തയുമാക്കുന്നത്, അക്ബർ അലി പറഞ്ഞു. കസ്തൂരിയുടെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയോ? സാന്ദ്ര ചോദിച്ചു. അവളെപ്പറ്റി എനിക്കൊന്നും അറിയണ്ട മാഡം. ഞാൻ അതൊക്കെ മറക്കാനാ ശ്രമിക്കുന്നത്. ജയിൽ ജീവിതം അയാളെ തളർത്തിയെന്ന് സാന്ദ്രയ്ക്ക് തോന്നി. മാഡം എന്നെ അന്വേഷിച്ചാണോ വന്നത്? ചാക്കോയെ നിനക്കറിയോ? സേതുപതി ഓർത്തു നോക്കി. ഇല്ല മാഡം. നീ അഭിനയിക്കുകയാണോടാ? എനിക്കങ്ങനെ ഒരാളെ അറിയില്ല മാഡം. പളനിസ്വാമിയെ നിനക്കറിയാമോ? അറിയാം. കസ്തൂരിയെ കാണാൻ വന്നിട്ടുണ്ട്. സ്വാമിയുടെ കയ്യിൽ നിന്ന് കസ്തൂരി 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ അന്ധനായ ചാക്കോയെ നിനക്കറിയില്ലേ? സേതുപതിയുടെ കണ്ണുകൾ വികസിച്ചു. അത് സുധീർ കുമാർ അല്ലേ? അവന്റെ പഴയ പേര് ഞാൻ ഓർക്കുന്നില്ല. സുധീർ കുമാർ എന്ന് പേരിട്ടത് കസ്തൂരിയ. കോട്ടയത്ത് നിന്ന് ആരോ അവനെ കൊന്നുകളയാൻ സ്വാമിയുടെ കയ്യിൽ ഏൽപ്പിച്ചതാ. സ്വാമി അവനെ കസ്തൂരിക്ക് വിറ്റു. ചാക്കോ ഇപ്പോൾ അറിയപ്പെടുന്നത് സുധീർ കുമാർ എന്ന പേരിലാണെന്ന് സാന്ദ്ര മനസ്സിലാക്കി. അത് ശരി. മാവൂർ റോഡിലെ കസ്തൂരിയുടെ താവളം പോലീസ് റെയ്ഡ് ചെയ്യുമ്പോൾ അവനവിടെ ഉണ്ടായിരുന്നോ? ചാക്കോയും പിച്ചാമണിയും അന്ന് മലപ്പുറത്തായിരുന്നു. അവനെന്തിനാ മലപ്പുറത്ത് പോയത്? കസ്തൂരി വലിയ വില കൊടുത്ത് അവനെ വാങ്ങിയത് തെരുവിൽ പാടിച്ച് കാശുണ്ടാക്കാനാ. സുധീർ കുമാർ നല്ല വരുമാനവും ഉണ്ടാക്കി കൊടുത്തു. അന്ന് രാത്രി അവർ മടങ്ങി വരുമ്പോഴാ റെയ്ഡ് ഉണ്ടാവുന്നത്. പിന്നെ അവൻ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അവനെ കൊണ്ടു നടന്നത് ആരാ? പിച്ചാമണിയും വേലായുധനും. വേലായുധൻ മാരുതി ഒമ്നിയുടെ ഡ്രൈവറാ. അപ്പോ നല്ല നിലയിലായിരുന്നല്ലേ ബിസിനസ്? മൈക്കും ബോക്സും ഒക്കെ ഉണ്ടോടാ? ചിരിച്ചുകൊണ്ട് അക്ബർ അലി ചോദിച്ചു. എല്ലാ സെറ്റപ്പും ഉണ്ട് സാറേ. കരോക്കെ വച്ച പാട്ട് ഒരു ഗാനമേള പോലെ തന്നെയാ. അസലായിട്ട് അവൻ പാടും. കണ്ണില്ലാത്തോണ്ട് ആളുകൾ നല്ല പിരിവും തരും, സേതുപതി പറഞ്ഞു. കിട്ടുന്ന കാശ് അവൾ പിടിച്ചു വാങ്ങും. അവന് വല്ലതും കൊടുക്കുമോടാ? അയാൾ ചോദിച്ചു. ഓ, അവൻ എന്ത് കൊടുക്കാനാ? ഭക്ഷണം കൊടുക്കും. അവന് കാശ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? എന്തെല്ലാം തരികിടകളാ പാവങ്ങളെ വച്ച് നടത്തുന്നത്. ഞാൻ കരുതിയത് ഭിക്ഷാടനം മാത്രമേ ഉള്ളൂ എന്നാ, അക്ബർ അലി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ബീച്ചില് അവൻ പാടിയിട്ടുണ്ടോ? ഉണ്ട്, പലതവണ. അവന്റെ തുടക്കം തന്നെ അവിടെ ആയിരുന്നു. ഹൃദയം കൊത്തിവലിക്കുന്ന വേദന സാന്ദ്രയ്ക്കുണ്ടായി. ഒരു സായം സന്ധ്യയിൽ അന്ധനായ ഒരു ഗായകൻ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് പാടുന്നത് താൻ കണ്ടതാണ്. അത് സ്വന്തം ചോരയാണെന്ന് അറിയാതെ പോയി. പിച്ചാമണിയുടെയും വേലായുധന്റെയും കൂടെ അവനുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ? അതിലൊരു സംശയവുമില്ല മാഡം. റെയ്ഡിന്റെ വിവരമറിഞ്ഞ് പിച്ചാമണി അവനെയും കൊണ്ട് കടന്നു കളഞ്ഞിട്ടുണ്ട്. അവനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ആരെക്കാളും നന്നായിട്ട് പിച്ചാമണിക്ക് അറിയാം. സുധീർ കുമാറിനെ പോലൊരു കഴിവുള്ള പാട്ടുകാരനെ പിച്ചാമണി വിട്ടുകളയില്ല. അന്ന് മാഡം ചോദ്യം ചെയ്തപ്പോ പിച്ചാമണിയുടെ പേര് ഞാൻ പറഞ്ഞതാ. ആ, ഞാൻ ഓർക്കുന്നു. അന്നേ അവൻ കേരളം വിട്ടതായി മനസ്സിലായതാ. അവന്റെ ശരിക്കുള്ള നാടേതാ? അതെനിക്കും അറിയില്ല മാഡം. പെരുമ്പത്തൂരും നാഗപട്ടണത്തും ഒക്കെ അവന് ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു സഹോദരി വിശാഖപട്ടണത്താ. സുധീർ കുമാറിന് മലയാളം പാട്ടുകളേക്കാൾ പ്രിയം തമിഴ് പാട്ടുകളാ. തമിഴ്നാട്ടിൽ അവനെയും കൊണ്ട് പിച്ചാമണി കറങ്ങുന്നുണ്ടാവും. സാന്ദ്ര മൗനം പാലിച്ചു. പിന്നെ
ഒരു വിവരം കൂടിയുണ്ട്. കോട്ടയത്ത് വലിയൊരു കുടുംബത്തിലെ അംഗമാവൻ. അവർ വിശ്വസിച്ചിരിക്കുന്നത് അവൻ മരിച്ചുപോയെന്ന. ആരും അവനെ അന്വേഷിച്ചു വരില്ല. പിച്ചാമണിക്കും അതറിയാം. പിച്ചാമണി കാഴ്ചയിലെങ്ങനാ? 50 വയസ്സ് വരും. മെലിഞ്ഞിട്ട, മീശയൊന്നുമില്ല. എപ്പോഴും ഷർട്ടിന്റെ കോളറിനടിയിൽ ലേസ് വച്ചിരിക്കും. ചിലപ്പോ അതെടുത്ത് തലയെ കെട്ടും. ഒരു ഏകദേശ ചിത്രം അയാൾ പറഞ്ഞു കൊടുത്തു. ആ, നീ പൊയ്ക്കോ. ശരി മാഡം. അക്ബർ അലിയെ വന്നിച്ചിട്ട് സേതുപതി മുറിവിട്ടു. ഓക്കെ, താങ്ക് യു സാർ. സാന്ദ്ര അക്ബർ അലിക്ക് കൈകൊടുത്ത് പിരിഞ്ഞു. ഇനി ധൈര്യമായിട്ട് രാജി ആന്റിയെ വിവരമറിയിക്കാമെന്ന് കാർ ഓടിക്കുമ്പോൾ സാന്ദ്ര തീരുമാനിച്ചു. സാമിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം തന്നെ സത്യമാണ്. അതിനുശേഷം സംഭവിച്ചത് സേതുപതിയും പറഞ്ഞു. ചാക്കോ തമിഴ്നാട്ടിൽ എവിടെയോ ഉണ്ട്. പിച്ചാമണി എന്ന തേർഡ് റേറ്റ് ക്രിമിനലിന്റെ കൈപ്പിടിയിലാണ് അവൻ. ഒരിക്കലും ചാക്കോയ്ക്ക് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അവകാശികളായി ആരുമില്ലെന്ന ധൈര്യത്തിൽ അയാൾക്ക് അവനെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്കൊപ്പം തെരുവുകൾ തോറും അലഞ്ഞു നടന്ന് അവൻ പാടുന്നുണ്ടാകും. സാന്ദ്രയുടെ മനസ്സിൽ നീലാംബരിയുടെ ചിത്രം തെളിഞ്ഞു വന്നു. അവന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായ പെണ്ണ്. എന്തെങ്കിലും കടുങ്കൈ അവൾ കാണിച്ചേക്കുമെന്ന പേടി രാജി ആന്റിക്കുണ്ടായിരുന്നു. രാജി ആന്റിക്ക് മുമ്പേ അവളാണ് ഈ വിവരം ആദ്യം അറിയേണ്ടിയിരുന്നത്. ചാക്കോയെ കണ്ടെത്തിയിട്ട് എൽസ സത്യങ്ങൾ അറിയുന്നതാകും നല്ലത്. ഓഫീസിൽ തിരിച്ചെത്തിയ ഉടൻ സാന്ദ്ര രാജലക്ഷ്മിക്ക് കോൾ ചെയ്തു. ആന്റി ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പുണ്ടായിട്ടും അറിഞ്ഞ വിവരം വച്ചു താമസിപ്പിക്കാൻ സാന്ദ്രയ്ക്ക് തോന്നിയില്ല. രാജലക്ഷ്മിയെ ലൈനിൽ കിട്ടി. മോളെ, ആന്റി ഉറങ്ങിയിരുന്നു അല്ലേ? കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു മോളെ. വന്ന് കിടന്നതേയുള്ളൂ. എന്താ മോളെ? രാജലക്ഷ്മിയുടെ സ്വരത്തിലെ ജിജ്ഞാസ സാന്ദ്ര അറിഞ്ഞു. മരിച്ചുപോയെന്ന് കേട്ട മകൻ ജീവനോടെയുണ്ടെന്ന അറിയിപ്പാണ് ആന്റി കേൾക്കാൻ പോകുന്നത്. ആന്റിക്ക് സന്തോഷമുള്ള ഒരു വാർത്ത പറയാനാ ഞാൻ വിളിച്ചത്. സേവ്യറെ അറസ്റ്റ് ചെയ്തു അല്ലേ? എനിക്ക് പോയത് പോയില്ലേ. ആന്റിക്ക് എന്താ നഷ്ടമായത്? എന്റെ അറിവിൽ ഒന്നുമില്ല. മോളെന്താ പാതിരാത്രി വിളിച്ചുണർത്തി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആന്റിക്ക് പുതുജീവൻ നൽകുന്ന ഒരു ഗ്ലാഡ് ന്യൂസ് ഞാൻ പറയാം. ഈ സമയം ആന്റിയെ വിളിച്ചുണർത്തിയത് അതിനാ. എനിക്ക് മാത്രമായിട്ട് ഇത് മനസ്സിലടക്കി വെക്കാൻ കഴിയുന്നില്ല. മോളെ, ആന്റിയുടെ മോൻ ചാക്കോ ജീവിച്ചിരിപ്പുണ്ട്. മൈ ഗോഡ്, എന്റെ കുഞ്ഞ്, ഞാൻ കേൾക്കുന്നത്. മോളെ, ഞാൻ സ്വപ്നം കാണുകയാണോ? രാജലക്ഷ്മി കാണിക്കുന്ന മാനസിക വിഭ്രാന്തി സാന്ദ്ര മനസ്സിൽ കണ്ടു. മോളെ, തേങ്ങലായി രാജലക്ഷ്മിയുടെ വിളി കാതിലലച്ചു. ഞാൻ പറഞ്ഞത് സത്യമാ ആന്റി. സാമിയിൽ നിന്നും സേതുപതിയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ സാന്ദ്ര പറഞ്ഞു. ഈശ്വര, നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ എന്റെ മോൻ. രാജലക്ഷ്മിയുടെ കരച്ചിലും പയ്യാരവും കേട്ടു. ഏതോ തെരുവിൽ പിച്ചക്കാർക്കൊപ്പം ജീവിക്കുന്നുണ്ടാവും എന്റെ കുട്ടി. ജീവിച്ചിരിപ്പുണ്ടെന്ന അറിവ് തന്നെ വലിയ കാര്യമല്ലേ ആന്റി? ചാക്കോച്ചനെ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വലുതായി ക്ലേശിക്കേണ്ടി വരില്ല. അവനെ കൊണ്ടുപോയവരുടെ ഉദ്ദേശം തന്നെ തെരുവോരത്ത് പാടിക്കാനല്ലേ. ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യം അവർക്കില്ല. എനിക്ക് അവനെ കണ്ടെത്തി താ മോളെ. എന്റെ കുഞ്ഞിന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഇനി എന്റെ ശ്രമം അതിനാ ആന്റി. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ പിച്ചാമണി ഉണ്ടാവും. 90% തമിഴ്നാടാവാനാ സാധ്യത. കേരളത്തിൽ അവൻ ഇനി വരില്ല. പോലീസ് പഴയ കേസിൽ അവനെ തിരയുന്ന വിവരം അവനറിയാം. നമുക്ക് തമിഴ്നാട്ടിലെ പത്രങ്ങളിൽ ഒരു പരസ്യം കൊടുത്താലോ? എൽസയുടെ കൈവശം എന്തായാലും അവന്റെ ഫോട്ടോ ഉണ്ടാവും. കണ്ടെത്തി തരുന്നവർക്ക് നല്ല പാരിതോഷികവും ഓഫർ ചെയ്യാം. നമുക്കത് ആലോചിക്കാം ആന്റി. എന്നാൽ ഇപ്പൊ വേണ്ട. പിച്ചാമണി ആ പരസ്യം കണ്ടാൽ അവനെയും കൊണ്ട് മുങ്ങും. നിശബ്ദമായ അന്വേഷണമാണ് ആദ്യം വേണ്ടത്. കുറച്ചു ദിവസം അതിനുവേണ്ടി എല്ലാം മാറ്റിവെച്ച് ഞാൻ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഉടനെ തിരിച്ചു വരുന്നുണ്ട് മോളെ. ഇനി ഇവിടെ നിൽക്കാനുള്ള മനസ്സെനിക്കില്ല. നാളെ തന്നെ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാ. ആന്റി സമാധാനമായി ഉറങ്ങിക്കോ. വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി ആന്റി എങ്ങനെ ഉറങ്ങാനാ? മോള് ഫോൺ വെച്ചോ, ജോലി തിരക്കിലല്ലേ. ശരി ആന്റി, ഗുഡ് നൈറ്റ്. സാന്ദ്ര കോൾ കട്ട് ചെയ്തു. രാജി ആന്റിക്ക് ഇനി ഉറങ്ങാനാകില്ല. CI ശരത്തിന്റെ നമ്പർ എടുത്ത് സാന്ദ്ര അതിലേക്ക് കോൾ ചെയ്തു. മെത്തയിൽ മലർന്നു കിടന്ന് ഫോൺ നേരെ പിടിച്ച് വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു ജിനി. കഷണ്ടി കയറി വെളുത്തു സുന്ദരനായ ഒരു യുവാവായിരുന്നു ഡിസ്പ്ലേയിൽ കണ്ടത്. എന്നാ പറയാനാ ജോമിച്ച, മടുത്തു. എന്നെ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോ. 4 മാസം കൂടി നീ ഒന്ന് ക്ഷമിക്കുമോളെ. ഉടനെ നിന്നെ കൊണ്ടുവരാനുള്ള സൗകര്യമൊന്നും എനിക്കായിട്ടില്ല. എന്റെ കാര്യത്തിന് നീ ഒന്നും കരുതി വയ്ക്കണ്ട.
നീ ഫോണൊന്ന് താഴ്ത്തിപ്പിടിക്ക്. അവൻ്റെ കണ്ണുകൾ താഴേക്ക് പോയി. അവൾ ചരിഞ്ഞു കിടന്നു. മതി കണ്ടത്, അതുമാത്രം മതിയല്ലോ. എനിക്കെന്നാ ചെയ്യാനാവും മോളെ? ജോമിച്ചൻ അറിയാലോ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാ ദുബായിലെ ജീവിതം. അത് മനസ്സിൽ കണ്ട ജോമിച്ചനെ ഞാൻ ആദ്യം അങ്ങോട്ട് അയച്ചത്. നല്ല കമ്പനിയിൽ ജോലിക്കും കയറി. എന്നിട്ടും എന്നെ ഇവിടെ ഇട്ട് നരകിപ്പിക്കുക. അത്രയ്ക്ക് മടുത്തോ? മടുപ്പല്ല, അയാളെ കാണുന്നതേ എനിക്ക് വെറുപ്പാ. സണ്ണിയെ കൂടി കൊന്ന ശേഷം ഞാൻ അയാളുടെ മുഖത്ത് നോക്കാറില്ല. മനുഷ്യരൂപം കൊണ്ട മൃഗ. സൂക്ഷിക്കണേ മോളെ. എന്നാ സൂക്ഷിക്കാനാ? ജിനിയോട് കളിച്ചാൽ ഫലം എന്നതാവുമെന്ന് ഞാൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കൊലപാതകത്തിന്റെ കരിനിഴലിൽ ആ സേവിച്ചൻ. ജിനി ഒന്ന് തുമ്മിയാ മതി അയാൾ ഇരുമ്പഴി എണ്ണാൻ. സേവ്യറിന്റെ സമ്പാദ്യത്തിന്റെ മുക്കാലും ഇപ്പൊ നിന്റെ പേരില്ല. ചതി മണത്താൽ നീ ഇപ്പൊ കാണുന്ന മുഖമൊന്നും ആയിരിക്കില്ല അവൻ്റേത്. ആ പേടിയൊന്നും എനിക്കില്ല. ഞാനേ ഇത്തിക്കണ്ടം വർക്കിയുടെ മോളാ. ജിനി പറഞ്ഞു തീർന്നതും വാതിൽ തുറന്ന് സേവ്യർ മുറിയിൽ പ്രവേശിച്ചു. അവൾ മിഴി ഉയർത്തി സേവ്യറെ നോക്കി. എന്നാ ശരി, ഞാൻ ഫ്രീ ആവുമ്പോൾ വിളിക്കാം. സംസാരം അവസാനിപ്പിച്ച് കാതിലെ ഇയർഫോൺ ഊരിയെടുത്ത് ജിനി ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവളുടെ മേൽവസ്ത്രത്തിന്റെ ബട്ടണുകൾ ഇളകിക്കിടക്കുന്നതും മാറിടങ്ങളുടെ കുറച്ചു ഭാഗം അനാവൃതമായിരിക്കുന്നതും സേവ്യർ കണ്ടു. ട്രീസയായിരുന്നു ബഹ്റിനിൽ നിന്ന്. അവളുടെ പറച്ചിലിൽ തന്നെ കള്ളമുണ്ടെന്ന് സേവ്യറിന് തോന്നി. അവൾ ബെഡിൽ നിന്നിറങ്ങി. സേവിച്ചൻ ലഞ്ച് കഴിച്ചായിരുന്നോ? ആദ്യം നീ ആ ബട്ടണുകൾ പിടിച്ചിട്. ഒരു ഇളിഭ്യത ജിനിയിലുണ്ടായി. അവൾ നനുത്ത ഡ്രസ്സിന്റെ ബട്ടണുകൾ പിടിച്ചിട്ടു. കിടന്ന് ഞാനങ്ങ് മയങ്ങിപ്പോയി. അപ്പോഴാ അവളുടെ കോൾ വന്നത്. ലഞ്ച് കഴിച്ചോ? സേവ്യർ സെറ്റിയിലിരുന്നു. കഴിച്ചു. എൽസയെ കണ്ടായിരുന്നോ? ഞാനെന്തിനാ അവളെ കാണേണ്ടത്? എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു പോയതല്ലേ. ബന്ധം അവസാനിപ്പിച്ചു പോയെങ്കിൽ അപവാദ പ്രചരണവും നിർത്തണം. ആര് എന്നാ അന്വേഷണം നടത്തിയാലും ഞാൻ സേഫാ. സണ്ണിയുടെ കേസിൽ ഇനി ആര് വിചാരിച്ചാലും ഒരന്വേഷണവും ഉണ്ടാവില്ല. പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ചാക്കോയുടെ കാര്യത്തിൽ സംഭവിച്ചതേ സണ്ണിയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നുള്ളൂ. എൽസയ്ക്കെതിരെ ഒരു നീക്കത്തിനും ഞാനില്ല. ജിനി ബെഡിൽ മുഖം തിരിച്ചിരുന്നു. എന്നെ വേദനിപ്പിച്ചതും തളർത്തിയതും ജിനിയുടെ വാക്കുകളാ. സേവിച്ചൻ എന്നെയും നോവിച്ചു. എന്നിലൊരു വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ സാന്ദ്ര എബിയെപ്പറ്റി പറഞ്ഞതിൽ കയറി പിടിക്കില്ലായിരുന്നു. അവൻ ഇന്ന് ജീവിച്ചിരിപ്പ് കൂടിയില്ല. സേവ്യർ മിണ്ടിയില്ല. എന്നെ തല്ലാൻ സേവിച്ചൻ കൈ ഓങ്ങിയില്ലേ? ബേബിച്ചൻ അത് തടയാതിരുന്നെങ്കിൽ സേവിച്ചന്റെ തല്ലും വാങ്ങി ഞാനിവിടെ നിൽക്കുമെന്നാണോ കരുതിയത്? അവൾ എന്തു പറഞ്ഞാലും കേൾക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് സേവ്യറിന് അറിയാമായിരുന്നു. ഭ്രമിപ്പിക്കുന്ന അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ സർവ്വതും അടിയറ വച്ചുപോയി. സേവിച്ചൊരു വിശ്വാസമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പോയി തരാം. അങ്ങനെ ഒരു വാക്കിൽ അവസാനിപ്പിച്ചു പോകാൻ കഴിയുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? പരസ്പര വിശ്വാസമില്ലെങ്കിൽ അതിനല്ലേ കഴിയൂ. ജിനി, ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. എനിക്കൊരു ജീവിത പങ്കാളി മാത്രമല്ല ജിനി. ഇതുവരെയുള്ള എൻ്റെ സമ്പാദ്യം മുഴുവനും വിശ്വസിച്ച് ജിനിയുടെ പേരിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. സേവിച്ചനോട് ഞാനത് ആവശ്യപ്പെട്ടോ? എന്നോട് തോന്നിയ താല്പര്യത്തിന് സേവിച്ചൻ അത് ചെയ്തു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അവൾ കൈമലർത്തി ചിരിച്ചു. സേവ്യറിന് പറയാൻ മറുവാക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പരസ്പര വിശ്വാസമില്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. സേവിച്ചനാ എന്നോട് വിശ്വാസക്കുറവും സംശയവും പ്രകടിപ്പിക്കുന്നത്. ഒന്നിച്ച് ഒരു മനസ്സോടെ പോകാമെങ്കിൽ ഞാൻ സേവിച്ചന്റെ കൂടെ കാണും. ഒരു ദാമ്പത്യ ജീവിതമാകുമ്പോൾ കുറച്ച് സ്വരച്ചേർച്ചയൊക്കെ വരും. പിരിയാമെന്ന് എടുത്തടിച്ചു പറയുകയാണോ വേണ്ടത്? ഞാനത് ശീലിച്ചിട്ടില്ല. എന്നെ തരം താഴ്ത്തി സംസാരിക്കുന്നത് ആരായാലും ഞാൻ സഹിക്കില്ല. ഭർത്താവിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭാര്യയായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അവൾ തുറന്നടിച്ചു. സേവ്യർ മൗനം പാലിച്ചു. എനിക്കിനി വീട്ടിലൊതുങ്ങി ജീവിക്കാനും പറ്റില്ല. സേവിച്ചൻ മേടയിൽ ഗ്രൂപ്പിന്റെ ബിസിനസ് നോക്കി നടത്ത്. ഇപ്പോ ആരെക്കൊണ്ട് തലവേദനയില്ലല്ലോ. നമ്മുടെ കമ്പനി ഞാൻ നോക്കിക്കൊള്ളാം. അതിന്റെ MD സ്ഥാനം എനിക്ക് വേണം. അവൾ പിടിമുറുക്കി കഴിഞ്ഞെന്ന് സേവ്യറിന് മനസ്സിലായി. പിന്നിൽ നിന്ന് കളിക്കുന്നത് ബേബിച്ചനാണ്. സത്യത്തിൽ അവരുടെ കയ്യിലെ പാവയായി കഴിഞ്ഞു താൻ. സേവിച്ചൻ എന്താ അഭിപ്രായം പറയാത്തത്? സേവ്യർ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ജിനിയുടെ ചുണ്ടിൽ ഗൂഢമായ ഒരു ചിരി വിരിഞ്ഞു. സേവ്യറിനത് വിട്ടുതരാൻ കഴിയില്ലെന്ന് ജിനിക്ക് നന്നായിട്ടറിയാം. പിന്നെ കഴിയുന്നത് തനിക്ക് നഷ്ടപരിഹാരം തന്ന് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് താൻ കാത്തിരിക്കുന്നത്. വെറും നഷ്ടപരിഹാരം മാത്രം പോരാ സേവിച്ചന്റെ ജീവന്റെ വിലയും കൊണ്ടേ ഈ ജിനി പോകൂ. സേവ്യർ വന്ന് ഹാളിലെ സെറ്റിയിലിരുന്നു.
അവളുടെ ചൊൽപ്പടിക്ക് ജീവിക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു തിരിച്ചടി തന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കരുതിയതല്ല. ജിനിയുടെ ആലോചനയുമായി വന്നപ്പോൾ തന്നെ അപ്പ മുന്നറിയിപ്പ് തന്നതാണ്. നമ്മളെ ഒന്നാകെ വിഴുങ്ങാൻ വായും പിളർന്നിരിക്കുന്ന പെരുമ്പാമ്പാണ് ഇത്തിക്കണ്ടം വർക്കിയെന്ന്. അപ്പ പറഞ്ഞത് താൻ ചെവിക്കൊണ്ടില്ല. അവളുടെ സൗന്ദര്യത്തിൽ താൻ അടിപതറിപ്പോയി. സേവ്യർ അങ്ങനെ തോറ്റുപോവില്ല. തോൽക്കാൻ ജനിച്ചവനല്ല സേവ്യർ. കൊന്നു നേടിയതൊന്നും ഇത്തിക്കണ്ടം വർക്കിയുടെ മോൾക്ക് അടിയറ വയ്ക്കില്ല. അവളുടെ കരുത്ത് ബേബിച്ചനാണ് സേവ്യർ മനസ്സിൽ കുറിച്ചിട്ടു. ചാക്കോ ബെഞ്ചിൽ അനങ്ങാതെ ഇരുന്നു. മണിച്ചാമിയുടെ കുടിയിലെത്തിയിട്ട് 3-4 ദിവസമായിരിക്കുന്നു. ഇപ്പോഴും ഈ സ്ഥലവുമായി മനസ്സിണങ്ങി വന്നിട്ടില്ല. മേരിയും അസ്വസ്ഥയാണെന്നറിയാം. സഹിക്കാൻ കഴിയാത്തത് പുറത്തുനിന്ന് വരുന്ന ദുർഗന്ധമാണ്. മണിച്ചാമിയുടെ കൂടെ ചാടി പുറപ്പെട്ടു വന്നെങ്കിലും ഉദ്ദേശിച്ച പിരിവൊന്നും കിട്ടുന്നില്ലെന്ന് ചാക്കോയ്ക്കറിയാം. 4 പേരുടെ ഭക്ഷണ ചെലവ് കഴിഞ്ഞാൽ കയ്യിലൊന്നും കാണില്ല. അത്താഴത്തിന് പല ദിവസവും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ചാക്കോച്ചൻ എന്താ ആലോചിക്കുന്നേ? മേരിയുടെ സ്വരം കാതിലെത്തി. മൈക്കിൽ പാടിയെങ്കിൽ നമ്മുടെ പരിപാടി ജോറായനെ. എല്ലാവരും കേൾക്കാനായി ഉച്ചത്തിൽ പാടിയാൽ കേൾക്കുന്നവർക്ക് ഒരു രസവും ഉണ്ടാവില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും ചാക്കോച്ച? ഒരുപാട് പൈസയൊക്കെ വേണ്ടേ? പിന്നെ വണ്ടിയും വേണം. നമ്മൾ വിചാരിച്ച അതൊക്കെ നടക്കുന്ന വല്ല കാര്യവുമാണോ? അവൻ ശൂന്യതയിൽ നോക്കി ചിരിച്ചു. ഞാനൊരു മോഹം പറഞ്ഞതല്ലേ മേരി. സ്വപ്നം കാണുന്നുണ്ട് കുഴപ്പം വല്ലതുമുണ്ടോ? ഉണ്ട്. സ്വപ്നം കാണുമ്പോഴാ നമുക്ക് നിരാശയും സങ്കടവും വരുന്നത്. അത് സത്യമാണെന്ന് അവന് തോന്നി. ഇതുവരെ മനസ്സിൽ മറ്റൊരു ചിന്തയുമില്ലായിരുന്നു. ഇങ്ങോട്ട് പോരുന്ന ദിവസം അനുഭവപ്പെട്ട നീലാംബരിയുടെ ഗന്ധം. അവന്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് മേരിയുടെ വാക്കുകളെത്തി. ഇവിടെ തെരുവിൽ പാടിയിട്ടൊന്നും വലിയ ഗുണമില്ലെന്ന മണിയപ്പ പറയുന്നത്. ഇവിടത്തെ ആളുകൾക്ക് പാട്ട് കേൾക്കാനൊന്നും സമയമില്ല. ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നിൽക്കാതെ പൊയ്ക്കളയും. മണിയപ്പ അങ്ങനൊന്നും അല്ലല്ലോ ആദ്യം പറഞ്ഞത്. അമ്പലനടയിലോ പള്ളിമുറ്റത്തോ ചെന്ന് പാടിയാല് ഗുണമുണ്ടാവുമെന്നാ മണിയപ്പ പറഞ്ഞത്. പക്ഷേല് ഭക്തിഗാനം പാടണം. ചാക്കോച്ചന് ഭക്തിഗാനം അറിയില്ലേ? അവൾ ഗമയിൽ ചിരിച്ചു. അറിയാവോന്നാ? എൽസ ചേച്ചി വാങ്ങിത്തന്ന പാട്ടുകളിൽ പകുതിയും യേശുദേവന്റേതാ. അത് കേൾക്കാൻ എന്നാ സുഖമാന്നോ. മനസ്സിൽ സങ്കടം വന്നാ അതൊക്കെ അലിഞ്ഞു പോവും. എൽസ ചേച്ചിയെ പറ്റി ചാക്കോച്ചൻ കൂടെ കൂടെ പറയുമല്ലോ. ചാക്കോച്ചനെ ആ വീട്ടുകാർ ഇറക്കി വിട്ടപ്പോ എൽസ ചേച്ചി ഒന്നും മിണ്ടിയില്ലേ? അതിന് എൽസ ചേച്ചി അത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇറങ്ങിപ്പോയെന്നാ എൽസ ചേച്ചി വിശ്വസിക്കുന്നേ. എന്നെ ആ വീട്ടിലെ അപ്പ എവിടെന്നോ എടുത്തു വളർത്തിയതല്ലേ. മറ്റുള്ളവർക്ക് ഞാനൊരു ശല്യമായി. കാഴ്ചയില്ലാത്തവൻ കുടുംബത്തിലുണ്ടാവുന്നത് ആരാ മേരി ഇഷ്ടപ്പെടുന്നത്? നമ്മളെയൊക്കെ ആർക്കും വേണ്ട ചാക്കോച്ച. എന്നെയും ഏതോ ഒരമ്മ പ്രസവിച്ച് ഉപേക്ഷിച്ചതല്ലേ. ചാക്കോച്ചനെ ഉപേക്ഷിച്ചു. എങ്കിലും കുറച്ചു കാലം ചാക്കോച്ചന് നല്ല നിലയിൽ ജീവിക്കാൻ പറ്റി. എനിക്ക് അതും ഉണ്ടായില്ല. എൻ്റെ അമ്മ ഇപ്പൊ മക്കളോടൊത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ദുഷ്ടത്തി. എനിക്ക് വെറുപ്പ അമ്മമാരോട്. ചാക്കോ തൻ്റെ അമ്മയെ ഓർത്തു. ഒരു സ്പർശം, പിന്നെ ആ ഗന്ധം, അതൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. മോനെ തേടി അപ്പയുടെ അടുത്ത് വരാൻ അമ്മ മനസ്സ് കാണിച്ചു. അപ്പയ്ക്ക് അങ്ങനെ ഒരു വിധി വന്നില്ലായിരുന്നെങ്കിൽ അമ്മ വീണ്ടും വന്നേനെ. ദുഷ്ടയായിരുന്നില്ല തൻ്റെ അമ്മ. വേലാണ്ടിയുടെ നീട്ടിപ്പിടിച്ച പാട്ട് കേട്ടു. ഒളിപ്പിച്ചു വെച്ച കാശും കൊടുത്ത് കള്ളും മോന്തി വരിക. മേരി അമർഷം കൊണ്ടു. അപ്പന്റെ സന്തോഷം അതല്ലേ മേരി? ആ, സ്വന്തം സന്തോഷം മതിയല്ലോ. ഇപ്പൊ മണിയപ്പയ്ക്കും കള്ളു വാങ്ങി കൊടുക്കണം. കാശ് എത്ര വേണമെന്ന് ചാക്കോച്ചൻ അറിയോ? മേരി ഒന്നും പറയല്ലേ. മണിച്ചാമിയെ പിടിച്ചുകൊണ്ട് വേലാണ്ടി കുടിയിലേക്ക് കയറി വന്നു. ചാക്കോ എഴുന്നേറ്റ് മാറി നിന്നു. അപ്പന് കുടിക്കാൻ കാശുണ്ട്. ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളതെന്ന് അപ്പൻ അറിയോ? മേരി ചാടിക്കടിച്ചു. എൻ്റെ മുത്തേ, അപ്പന്റെ കാശ് കൊടുത്ത് കുടിച്ചതല്ല. മണിച്ചാമിയുടെ പരിചയക്കാരൻ 2 എണ്ണം തന്നതാ. സത്യാ ഞാൻ പറഞ്ഞത്. വേലാണ്ടി ബെഞ്ചിൽ ചെന്നിരുന്നു. വേല് പറയുന്ന നേരാ മോളെ. ചുവരിൽ പിടിച്ച് മണിച്ചാമി താഴെയിരുന്നു. അപ്പം നാളെ കുടിയിലോട്ട് പോവും. അവിടെ നിന്ന് പോന്നിട്ട് 3-4 ദിവസമായില്ലേ. ആരെങ്കിലും കയറി പൊറുതി തുടങ്ങിയോന്ന് അറിയത്തില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങ് വരാം. മേരി മിണ്ടിയില്ല. മോൻ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? അപ്പൻ പോയേച്ചും വാ, ചാക്കോ പറഞ്ഞു. നാളെയും തെരുവിൽ ചെന്നിരുന്ന് പാടിയോണ്ട് കാര്യമായിട്ടൊന്നും കിട്ടില്ല. ചാക്കോച്ചന്റെ തൊണ്ട പൊട്ടുന്നത് മിച്ചം. ഏതെങ്കിലും പള്ളിമുറ്റത്തേക്ക് പോകാം. ഇവിടൊക്കെ ഒരുപാട് പള്ളികളുണ്ടെന്ന് മണിയപ്പ പറഞ്ഞില്ലേ? ചാക്കോ ഓർമ്മപ്പെടുത്തി. പോകാം, നാളെ അങ്ങോട്ട് തന്നെ പോകാം. മണിച്ചാമി സമ്മതിച്ചു. പിള്ളേരുടെ കാര്യത്തിൽ ശ്രദ്ധ വേണേ മണിച്ചാമി. അത് വേലു പ്രത്യേകിച്ച് പറയണോ?
എന്നാ ഉള്ളത് കഴിച്ചേച്ച് മക്കള് കിടന്നോ, ഞങ്ങൾക്കൊന്നും വേണ്ട. വേലാണ്ടി ബെഞ്ചിലേക്ക് ചാഞ്ഞു. മണിച്ചാമി ചുവരിൽ ചാരിയിരുന്ന് കണ്ണടച്ചു. ദോശ ഇരിപ്പുണ്ട്, എടുക്കട്ടെ ചാക്കോച്ച? ആ, മേരി എടുത്തോണ്ട് വാ, നമുക്കൊന്നിച്ചിരുന്ന് കഴിക്കാം. തേയില ഉണ്ടേല് ഇച്ചിരി കട്ടനും ഉണ്ടാക്ക്. മേരി അകത്തേക്ക് പോയി. ചാക്കോ നിലത്തിരുന്നു. നാളെ പാടേണ്ടത് ഭക്തിഗാനങ്ങളാണ്. അവനൊരു ഉണർവ് തോന്നി. ചാക്കോ വരികൾ മൂളാൻ തുടങ്ങി. കരുണാമയനെ, കനിവാർന്നവനെ എന്ന് തുടങ്ങുന്ന ഗാനം ചാക്കോയുടെ മനസ്സിൽ ഓടിയെത്തി. മണിച്ചാമി മുന്നേ നടന്നു. മേരിയുടെ ചുമലിൽ കൈവച്ച് പിന്നാലെ ചാക്കോ നടന്നു. ബസ് ഇറങ്ങിയിട്ട് കുറെ നേരമായി നടത്ത തുടങ്ങിയിട്ട്. മേരിക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ കഴിഞ്ഞില്ല. പോകുന്ന സ്ഥലത്തിന്റെ പേര് മണിയപ്പ പറഞ്ഞിരുന്നു. മേരി അത് മറന്നുപോയിരുന്നു. സ്ഥലപ്പേരറിഞ്ഞിട്ട് എന്ത് കാര്യമാ ഉള്ളത്? ബസ്സിലും കുറെ സമയം യാത്ര ചെയ്താണ് അവിടെ എത്തിയത്. അങ്ങോട്ടുള്ള വണ്ടിക്കൂലി മാത്രമേ തന്റെ കയ്യിലുള്ളൂ എന്ന് യാത്ര തുടങ്ങാൻ നേരം മണിച്ചാമി പറഞ്ഞിരുന്നു. നടന്നിട്ട് കാല് വേദനിക്കുന്നു മണിയപ്പ, സഹികെട്ട് മേരി പറഞ്ഞു. ദേ, ആ കാണുന്നതാ പള്ളി. പള്ളി കണ്ടതോടെ അവൾക്ക് ആശ്വാസമായി. മുന്നിൽ മൈതാനം പോലെ വിശാലമായ മുറ്റം. കുറെ വണ്ടികൾ അവിടെ കിടപ്പുണ്ട്. പള്ളി നിറയെ ആളുണ്ടെന്ന് മേരിക്ക് മനസ്സിലായി. ചാക്കോച്ച, എന്താ മേരി, പള്ളിയിലെത്തിയോ? എത്തി, ഒരുപാട് ആളുണ്ട് ചാക്കോച്ച. അവളുടെ ഉത്സാഹം അവൻ തിരിച്ചറിഞ്ഞു. അപ്പയുടെയും എൽസ ചേച്ചിയുടെയും കൂടെ പള്ളിയിൽ പോയ നിമിഷങ്ങൾ അവൻ ഓർത്തു. അപ്പയുടെ ബെൻസ് കാറിലാണ് പോകാറ്. നല്ല ഡ്രസ്സുകളാവും ധരിക്കുക. ഇവിടെ ഇതാ വീണ്ടും ഒരു പള്ളിമുറ്റത്ത് ഒരു ഭിക്ഷക്കാരനായി. നമുക്ക് ഇവിടെ ഇരിക്കാം. മണിച്ചാമി തോളിലെ മാറാപ്പ് താഴെയിട്ടു. മേരിയും ചാക്കോയും അവിടെ നിന്നു. കാറുകൾ വീണ്ടും വന്നു നിൽക്കുകയാണ്. മോടിയായി വസ്ത്രധാരണം ചെയ്ത ആളുകൾ ചിരിതമാശകൾ പറഞ്ഞ് പള്ളിയിലേക്ക് കയറിപ്പോകുന്നു. കുറച്ചുപേർ പള്ളിക്ക് പുറത്തു നിൽപ്പുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് ആളുകൾ ഇറങ്ങുമ്പോൾ അവിടെ നല്ല തിരക്കാവുമെന്ന് മേരി ഊഹിച്ചു. ചാക്കോയ്ക്ക് പാടാനുള്ള ക്രമീകരണങ്ങളൊക്കെ മേരി ചെയ്തു. കവറിൽ നിന്ന് വെള്ളമെടുത്ത് അവന് കുടിക്കാൻ കൊടുത്തു. താളം പിടിക്കാൻ ദോലക്ക് ചോദിച്ചിട്ട് വേലു തന്നില്ല, അതും കൊണ്ടാ പോയത്. മണിച്ചാമി ഈർഷ്യപ്പെട്ടു. അതിന് മണിയപ്പന് ദോലക്ക് കൊട്ടാൻ അറിയോ? മേരി കളിയാക്കി ചിരിച്ചു. പിന്നെ പഠിച്ചിട്ട് വേണം കൊട്ടാൻ. കൊട്ടൊന്നും വേണ്ട മണിയപ്പ, ഞാൻ പാടിക്കോളാം. നിലത്ത് വിരിച്ച പഴകി മുഷിഞ്ഞ പുതപ്പിന് മുകളിൽ അവൾ ചാക്കോയെ പിടിച്ചു നിർത്തി. ചെറിയ ബക്കറ്റെടുത്ത് അവന്റെ മുന്നിൽ വെച്ചു. പള്ളിക്കുള്ളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ചാക്കോച്ച, പാടിക്കോ, മേരി പറഞ്ഞു. ചാക്കോ കണ്ണടച്ചു നിന്നു. മനസ്സിൽ ഉയർകൊണ്ടു നിന്ന യേശുവിന്റെ സങ്കല്പത്തിലെ തിരുരൂപം അവൻ ഓർത്തു. മെല്ലെ ചാക്കോയുടെ വലത് കൈ കാലിൽ തട്ടി താളമിടാൻ തുടങ്ങി. യേശുവിനെ കുറിച്ച് മഹനീയമായൊരു പാട്ട് അവൻ പാടിത്തുടങ്ങി. അവന്റെ പാട്ട് കേട്ട് കുറെ പേർ കൗതുകത്തോടെ അടുത്തു വന്നു. ഒന്നും അറിയാതെ ചാക്കോ പാടിക്കൊണ്ടിരുന്നു. പാട്ട് കേട്ട് നിൽക്കുന്നതല്ലാതെ ആരും ബക്കറ്റിലേക്ക് നോട്ടുകളൊന്നും ഇട്ടില്ല. മേരിക്ക് ആശങ്കയായി. ആ ഗാനം പാടിത്തീർന്നിട്ട് ചാക്കോ അടുത്ത പാട്ട് പാടി. ദയനീയമായി മേരി ചുറ്റും കൂടി നിന്ന മുഖങ്ങളിലേക്ക് നോക്കി. എല്ലാവരും പാട്ടിൽ ലയിച്ച് ഭക്തിയോടെ നിൽക്കുകയാണ്. ആശ്ചര്യവും അത്ഭുതവും ചിലരുടെ മുഖങ്ങളിലുണ്ട്. ചാക്കോ പാടി തീർത്തപ്പോ മേരി ബക്കറ്റ് എടുത്തു. അവൾ അവർക്ക് മുന്നിൽ നിശബ്ദയായി നിന്ന് ബക്കറ്റ് നീട്ടി. 10ന്റെ പുതിയൊരു നോട്ട് ബക്കറ്റിൽ വീണു. അത്ഭുത സംഭവം പോലെ ബക്കറ്റിലേക്ക് നോട്ടുകൾ വീണുകൊണ്ടിരുന്നു. സംഭാവന കൊടുത്തതിൽ ഏറെ പേരും സ്ത്രീകളായിരുന്നു. 100ന്റെ ഒരു നോട്ട് വീണതും മേരി മുഖമുയർത്തി നോക്കി. ഒരു വല്യമ്മച്ചി. എന്നതാ കൊച്ചേ നിന്റെ പേര്? മേരി, അവൾ പറഞ്ഞു. അവന്റെ പേരോ? അത് കേൾക്കാത്ത മട്ടിൽ അവൾ അടുത്ത ആളിന്റെ അടുത്തേക്ക് നീങ്ങി. അപ്പോൾ ചാക്കോയുടെ അടുത്ത പാട്ട് കേട്ടു. യേശുവിനെ കുറിച്ച് മറ്റൊരു പാട്ട്. മേരിയുടെ ബക്കറ്റിൽ 10ന്റെയും 20ന്റെയും നോട്ടുകൾ പിന്നെയും വീണു. ആ പാട്ട് കഴിഞ്ഞതോടെ ആരോ നയിച്ചു കൊണ്ടുപോയതുപോലെ ആളുകൾ പള്ളിയോട് ചേർന്ന പാരിഷ് ഹാളിലേക്ക് നീങ്ങി. മതി ചാക്കോച്ച പാടിയത്, എല്ലാവരും പോയി. അവിടെ എന്തോ സൽക്കാരം നടക്കുവാന്ന് തോന്നുന്നു. വല്ലതും കിട്ടിയോ മേരി? ആ, എല്ലാരും കാശ് തന്നിട്ടുണ്ട്. ചാക്കോച്ചൻ ഇരിക്കെ, മണിയപ്പ വരുന്നതിന് മുമ്പേ ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. ചാക്കോ നിലത്തിരുന്നു. മേരി ധൃതിയിൽ നോട്ടുകൾ അടുക്കിപ്പെറുക്കി. മണിച്ചാമി വരുന്നുണ്ടോ എന്ന് നോക്കി എണ്ണാൻ തുടങ്ങി. കുറെ എണ്ണിയപ്പോ അവൾക്ക് കണക്ക് തെറ്റി. പിന്നെ എണ്ണാൻ തുനിയാതെ നോട്ടുകൾ മടക്കി ജാക്കറ്റിനുള്ളിൽ ഇറക്കി വെച്ചു. മണിച്ചാമി അങ്ങോട്ട് ധൃതി പിടിച്ചു വന്നു. വല്ലം തടഞ്ഞോ മോളെ? 100 രൂപ കിട്ടി. വേഗം വാ, അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എണീച്ചു വാടാ മോനെ. വടികുത്തി ബാലൻസ് ചെയ്തു നിന്ന് മണിച്ചാമി ചാക്കോയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നമ്മൾ ചെന്ന ആഹാരം തരുമോ? ചാക്കോ സംശയം പ്രകടിപ്പിച്ചു. നമ്മളെപ്പോലുള്ള ഒത്തിരി പേര് പുറത്തു നിൽപ്പുണ്ട്, അകത്ത് കൊടുത്തേച്ച് തരും. മേരിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പുതപ്പ് വലിച്ചെടുത്ത് അവൾ ബക്കറ്റിലാക്കി. അവർ പാരിഷ് ഹാളിന് പിന്നാമ്പുറത്തേക്കുള്ള മുറ്റത്തേക്ക് നടന്നു. അവിടെ ചെന്നപ്പോ 50ഓളം ഭിക്ഷക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു.
കൂട്ടത്തിൽ അവരും ചെന്നു നിന്നു. ഒരാൾ വാതിൽക്കൽ വന്നു. സ്ത്രീകൾ അങ്ങോട്ട് മാറി നിൽക്ക്, മറ്റുള്ളവർ അവിടെ നിൽക്ക്. ഉന്തിത്തള്ളിയ ഒറ്റ എണ്ണത്തിന് ഒന്നും തരികയില്ല. സ്ത്രീകൾ ബഹളമുണ്ടാക്കി ഇരുമ്പ് വേലിക്ക് അപ്പുറം ചെന്ന് നിന്നു. മോൾ അങ്ങോട്ട് ചെല്ലേ, അവനെ ഞാൻ നോക്കിക്കൊള്ളാം, മണിച്ചാമി മേരിയോട് പറഞ്ഞു. മേരി സ്ത്രീകൾ നിന്ന ഭാഗത്തേക്ക് പോയി. ഇവൻ ഒന്ന് മുന്നിലോട്ട് നിന്നോട്ടെ, കണ്ണുപൊട്ടാനാ. മണിച്ചാമി ചാക്കോയെ മുന്നിൽ കയറ്റി നിർത്താൻ ശ്രമിച്ചു. പോടാ കിഴവാ, അവിടെ നിന്നാ മതി. മുന്നിൽ നിന്ന ഭിക്ഷക്കാരൻ പിന്നോട്ട് തള്ളി. മിണ്ടാതെ നിൽക്കണടാ തെണ്ടികളെ. വാതിൽക്കൽ നിന്നയാൾ ഒച്ചയെടുത്തിട്ട് അകത്തേക്ക് പോയി. ബാക്കിയുള്ളവരുടെ വയറ്റത്തടിക്കാൻ ഓരോരുത്തന്മാർ വന്നോളും. മിണ്ടാണ്ട് നിന്നാല് മിച്ചം വരുന്നത് അവർ തരും, അല്ലേല് അവർ കൊണ്ടുപോയി കുഴിച്ചു മൂടും. ചാക്കോയോട് ചേർന്ന് നിന്ന വൃദ്ധം പറഞ്ഞു. ബിരിയാണി എന്നാ കേട്ടത്, കുറെ മിച്ചം വന്നെങ്കിൽ മതിയായിരുന്നു, കൊതിയോടെ ഒരാൾ പറഞ്ഞു. എന്നും കൊടുക്കോ? നിഷ്കളങ്കമായി ചാക്കോ ചോദിച്ചു. വൃദ്ധൻ ചിരിച്ചപ്പോ അയാളുടെ താഴി രോമങ്ങൾ അവന്റെ കഴുത്തിൽ ഉരസി. നീ എവിടെ നാടാ പൊട്ടക്കണ്ണ, ദിവസവും കിട്ടും, നീങ്ങി വാ, അയാൾ പരിഹസിച്ചു. ഇന്നിവിടെ ഒരു മിന്നുകെട്ട് നടക്കുക, പീറ്റർ സാറിന്റെ മോന്റെ കെട്ടാ. പെണ്ണെവിടെന്നാ തോമാച്ച? കോട്ടയംകാരിയാ പെങ്കൊച്ച്, മേടയിൽ കുര്യച്ച മുതലാളിയുടെ മോള്. ചാക്കോ നിന്ന് വിറകൊണ്ടു. തന്റെ എൽസ ചേച്ചിയുടെ മിന്നുകെട്ട്. ചാക്കോ ഉള്ളാല പൊട്ടിക്കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായി ചാക്കോയും മേരിയും അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.